ചായ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം എടുക്കുമ്പോൾ 1 കപ്പ് പാല് വേണം. പിന്നെ വേണ്ടത് തേയിലയാണ്. തേയില 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്രൂക്ക് ബോണ്ടിന്റെ റെഡ് ലേബിൾ ടീ ആണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് 1.5 കപ്പ് വെള്ളം എടുക്കുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ തേയില എടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നല്ല നാടൻ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഇതിന്റെ 3/4 ഭാഗം മതിയാവും. പിന്നെ ഏലക്കായ വേണം. ഏലക്കായ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഏലക്കായയും ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ മസാല ചായ ആക്കാന്ന്. ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏലക്കായയും ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഏറ്റവും ആദ്യം ഏലക്കായ ചതയ്ക്കാം. ഏലക്കായ ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇഞ്ചി ചതച്ചെടുക്കുക. ഇഞ്ചി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഏലക്കായുടെ പൊടിയെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ ഏലക്കായ സെപ്പറേറ്റ് പൊടിച്ച് ചേർക്കാം. ഇഞ്ചി ഇതേപോലെ ചതച്ച് ചേർക്കാം. ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാരയും വെള്ളവും കൂടിയിട്ട് ഒരുമിച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ആ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. മസാല ചായയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവണം. അപ്പോഴായിരിക്കും അത് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും ഏലക്കായയും കൂടി ചേർക്കുക. ഇത് മൂടി വയ്ക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും ഏലക്കായയും ചേർക്കുക. ഇതൊരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് തേയില ചേർക്കുക. ഇതൊരു മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് തേയില ചേർക്കാം. ഞാനിവിടെ പൊടിയായിട്ടുള്ള തേയിലയല്ല ചേർക്കുന്നത്, ഇതേപോലെ തരിയായിട്ടുള്ള തേയിലയാണ് ചേർക്കുന്നത്. ഈ തേയില ഇട്ടിട്ട് ഒരു മിനിറ്റും കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാല് ചേർക്കുക. അപ്പോൾ തേയില ചേർത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാല് ചേർക്കുക. ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. അത് 1.5 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പാല് ചേർക്കുക. ചായ ഉണ്ടാക്കുമ്പോൾ ചായയിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് തിളയ്ക്കണ വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്തും തീ കുറച്ചിട്ടിട്ട് ചായ തിളപ്പിക്കരുത്. അങ്ങനെ ചായ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തേയിലേന്ന് കറ ഇളകിയിട്ട് ആ ചായയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ചായ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ച് പൊന്തി വരുന്നവരെ ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ചായ പതുക്കെയാണ് തിളച്ച് പൊന്തി വരുള്ളൂ. അത്രയും സമയം ആ ചായ ഒന്ന് തിളയ്ക്കണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ചായ ഒന്ന് അരിച്ചെടുക്കുക. ചായ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചായ അരിച്ചെടുക്കണം. ചായ ആ തേയിലയിൽ ഇട്ട് വെക്കരുത്. ഈ ചായ ഒന്ന് പതപ്പിച്ചെടുക്കുക. ആ ചായ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലെ പതുക്കെ പതപ്പിച്ചെടുക്കണം. ഈ ചായ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം.
മസാല ചായ റെഡി ആയിട്ടുണ്ട്.